أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد. സദഖല്ലാഹുൽ അലീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബുറൂജിലെ 12, 13, 14, 15, 16 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ഇന്ന ബത്വശ റബ്ബിക ലശദീദ്. ഇന്ന ബത്വശ റബ്ബിക, തീർച്ചയായും നിന്റെ റബ്ബിന്റെ പിടുത്തം, ലശദീദ്, വളരെ കഠിനമാണ്. ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്. ഇന്നഹു, തീർച്ചയായും അവൻ, ഹുവ അവൻ, യുബ്ദിഉ ആരംഭിച്ചവനാണ്, വയുഈദ് ആവർത്തിക്കുന്നവനുമാണ്. വഹുവൽ ഗഫൂറുൽ വദൂദ്. വഹുവൽ ഗഫൂർ, അവൻ പൊറുക്കുന്നവനാണ്. അൽ വദൂദ്, വളരെ സ്നേഹ വാത്സല്യമുള്ളവനുമാണ്. ദുൽ അർശിൽ മജീദ്. ദുൽ അർശ്, ദുൽ അർശിൽ മജീദ്, വളരെ ശ്രേഷ്ഠമായ സിംഹാസനത്തിന് ഉടമസ്ഥനാകുന്നു അവൻ. ഫഅാലുൻ ലിമാ യുരീദ്. ഫഅാലുൻ, അവൻ പ്രവർത്തിക്കുന്നവനാണ്. ലിമാ യുരീദ്, അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത്. സൂറത്തുൽ ബുറൂജിൽ കഴിഞ്ഞ ആയത്തുകളിൽ വിശ്വാസികളെ ദ്രോഹിക്കുകയും വിശ്വാസിനികളെയും ദ്രോഹിക്കുന്ന ആളുകൾ പിന്നീട് അവർ പശ്ചാത്താപം ചെയ്തില്ലെങ്കിൽ നരകശിക്ഷക്ക് അവർ വിധേയമാകുമെന്നും കരിച്ചു കളയുന്ന ശിക്ഷ അവരെ പിടികൂടുമെന്നും പറയുകയുണ്ടായി. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് താഴ്ഭാഗത്തൂടെ നദികൾ ഒഴുകുന്ന തോട്ടങ്ങൾ ലഭിക്കുമെന്നും അത് മഹത്തായ വിജയമാണെന്നും പറയുകയുണ്ടായി. ഇവിടെ അതിനുശേഷം അള്ളാഹു സൂചിപ്പിക്കുന്നത് ഇന്ന ബത്വശ റബ്ബിക ലശദീദ്. അള്ളാഹുവിൻ്റെ പിടുത്തം അത് വളരെ കഠിനമായിരിക്കും. ഇങ്ങനെയൊക്കെ അള്ളാഹു എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത ശേഷവും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളെ അള്ളാഹു ഒരു പിടുത്തം പിടിക്കാനുണ്ട്. ആ പിടുത്തത്തിൽ നിന്ന് കുതറി മാറാൻ ഒരാൾക്കും സാധ്യമല്ല. നരകശിക്ഷയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചിലരെങ്കിലും സംശയിക്കാറുണ്ട്, ഇനിയും ഒരു ജനനം, മരണത്തിന് ശേഷം പിന്നീടൊരു ജനനം നമുക്കുണ്ടാകുമോ എന്ന്. അള്ളാഹുവിടെ വ്യക്തമാക്കുകയാണ്, ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്. അള്ളാഹുവാണ് ആരംഭത്തിൽ നമ്മളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. വയുഈദ്, അവൻ തന്നെയാണ് ആവർത്തിച്ച് സൃഷ്ടിക്കുന്നത്. അഥവാ ആദ്യത്തെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നമുക്ക് ഒരു സന്ദേഹവുമില്ല എങ്കിൽ ഇനിയും ഒരു സൃഷ്ടിപ്പ് അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. വഹുവൽ ഗഫൂറുൽ വദൂദ്. അള്ളാഹ്ക്ക് അങ്ങേയറ്റത്തെ സ്നേഹമാണ് മനുഷ്യനോടുള്ളത്. അതോടൊപ്പം അള്ളാഹു ഒരുപാട് പൊറുക്കുന്നവനുമാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ്. ആ അള്ളാഹു തന്നെ, ഒരുപാട് പുറത്തു വരുന്ന അള്ളാഹു തന്നെ, ഒരുപാട് നമ്മോട് സ്നേഹം കാണിക്കുന്ന, കൃപ കാണിക്കുന്ന അള്ളാഹു തന്നെ അതികഠിനമായി പിടിച്ച് ശിക്ഷിക്കുന്ന ഒരു നാൾ വരാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ അവിശ്വസിക്കാൻ ഒരു നിലക്കും മനുഷ്യന് അവകാശമില്ല എന്നുള്ളതാണ്. ഫഅാലുൻ ലിമാ യുരീദ്. അള്ളാഹു ഫഅാലാണ്, ചെയ്യുന്നവനാണ്. ലിമാ യുരീദ്, അവൻ എന്താണോ ഉദ്ദേശിച്ചത്, അള്ളാഹു എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ആ ഉദ്ദേശിച്ചതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അള്ളാഹു ജനിപ്പിച്ചിട്ടുണ്ട്,
അള്ളാഹു മരിപ്പിക്കുന്നുണ്ട്. വീണ്ടും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത്. ആ നാളിനെ സംശയിക്കരുത്. ആ നാളിൽ എന്തൊക്കെയാണോ ഇവിടെ നാം പ്രവർത്തിച്ചത് അതിനെല്ലാം തക്കതായ ശിക്ഷ അല്ലെങ്കിൽ രക്ഷ അള്ളാഹു നൽകുന്നുണ്ട്. നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് സ്വർഗം ലഭിക്കും, ചീത്ത പ്രവർത്തിച്ച ആളുകൾക്ക് അതിനനുസരിച്ചുള്ള നരകം അവർക്ക് ലഭിക്കുകയും ചെയ്യും. അത് ഓർമ്മപ്പെടുത്തൽ ആണ് അള്ളാഹു ഇവിടെ നിർവഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്മാർത്ഥമായി പരമാവധി നന്മ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റിള പൊരുത്തം നേടാൻ വേണ്ടി പ്രയത്നിക്കുക. നരകശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞ് സ്വർഗത്തിലെത്താൻ വേണ്ടി ആവത് പ്രവർത്തിക്കുക. അള്ളാഹുവോട് നിരന്തരമായി തേടിക്കൊണ്ടിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വർഗവാസികളായി അവസാനം അന്ത്യനാളിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.